കോൺഗ്രസ് സ്ഥാനാർത്ഥി പട്ടിക കൂടി വന്നതോടെ സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ചൂടേറി. ആരോപണ പ്രത്യാരോപണങ്ങളുമായി കളം നിറയുകയാണ് മുന്നണികൾ. തൃശൂരിൽ കെ മുരളീധരന് വൻ സ്വീകരണമാണ് ലഭിച്ചത്. പിതാവ് കെ കരുണാകരന്റെ സ്മൃതി മണ്ഡപത്തിലെത്തി പുഷ്പാർച്ചന നടത്തി. കണ്ണൂരിൽ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ച KPCC പ്രസിഡന്റ് കെ സുധാകരനും പ്രവർത്തകർ വൻ സ്വീകരണം നൽകി. തൃശൂരിൽ നിന്ന് സൂരജ് സജിയും കണ്ണൂരിൽ നിന്ന് സജോ ദേവസിയും. ആദ്യം സൂരജ് സജിയിലേക്ക്. സൂരജ്, ഒരല്പം വൈകാരികമായ നിമിഷങ്ങൾ തന്നെയാണ് കെ മുരളീധരന് എന്നുള്ളതിൽ സംശയമില്ല. പ്രത്യേകിച്ച് തൃശ്ശൂരിലേക്ക് അദ്ദേഹം എത്തുമ്പോൾ അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ തട്ടകം, പിതാവും മാതാവും അന്ത്യവിശ്രമം കൊള്ളുന്ന ഇടത്തേക്ക് എത്തുന്നു. അങ്ങനെ ആ തരത്തിലേക്കൊക്കെ വൈകാരികമാണ്. മറ്റൊന്ന്, വർഗീയ ശക്തികൾക്കൊരു സ്ഥാനവുമില്ല എന്ന് എടുത്തു പറയുന്നത് നമ്മൾ കേൾക്കുകയും ചെയ്തിട്ടുണ്ട്. ഏത് തരത്തിലേക്കാണ് കെ മുരളീധരൻ അദ്ദേഹത്തിൻ്റെ പ്രചാരണം തുടങ്ങുന്നത്? അനുജ, ഏറെ വൈകാരികമായ അന്തരീക്ഷത്തിലൂടെയായിരുന്നു ഇന്ന് കെ മുരളീധരൻ തന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾക്ക് തുടക്കം കുറിച്ചത്. 12 മണിയോടുകൂടി റെയിൽവേ സ്റ്റേഷനിലെത്തിയ അദ്ദേഹത്തെ TN പ്രതാപൻ മുത്തം നൽകിക്കൊണ്ടാണ് സ്വീകരിക്കുന്നത്. അവിടെ നിന്ന് വലിയ രീതിയിൽ പ്രവർത്തക പ്രവാഹമെല്ലാം നമ്മൾ കണ്ടു. റോഡ് ഷോയായാണ് ഇവർ പിന്നീട് DCCയിലേക്ക് എത്തുന്നത്. DCCയിൽ വിശ്രമിക്കാൻ പോലും കാത്തുനിന്നില്ല. പകരം DCCയിൽ ഈ റോഡ് ഷോ അവസാനിപ്പിച്ചതിന് തൊട്ടു പിന്നാലെ ഇദ്ദേഹം മുരളി മന്ദിരത്തിലേക്ക് മടങ്ങുകയായിരുന്നു. ബാല്യകാലമെല്ലാം ചിലവഴിച്ച ഇടം. അങ്ങോട്ടേക്ക് എത്തുമ്പോൾ, അതായത് തന്റെ ഒപ്പം കളിച്ചു വളർന്ന സഹോദരി ഈ പ്രസ്ഥാനത്തിൽ നിന്ന് മാറിപ്പോയതിന്റെ ദുഃഖമെല്ലാം അദ്ദേഹത്തിന്റെ മുഖത്ത് പ്രകടമായിരുന്നു. അങ്ങനെ ഒരു ദുഃഖത്തോടു കൂടിയാണ് അച്ഛനും അമ്മയും അന്ത്യവിശ്രമം കൊള്ളുന്ന സ്മൃതി കുടീരത്തിലേക്ക് അദ്ദേഹം എത്തുന്നത്. അവിടെ പുഷ്പാർച്ചന നടത്തിക്കൊണ്ട് ഔദ്യോഗികമായി സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷം ഔദ്യോഗികമായി സ്ഥാനാർത്ഥി പ്രചാരണത്തിന് തുടക്കം കുറിക്കുകയായിരുന്നു. പക്ഷേ അതിനുശേഷം അദ്ദേഹം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുന്ന സമയത്തെല്ലാം അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇടറുന്ന ഒരു കാഴ്ചയും നമ്മൾ കണ്ടു. പക്ഷെ അതേസമയത്ത് ആ സമയം നമ്മൾ പത്മജയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ ചോദിച്ചെങ്കിൽ പോലും അദ്ദേഹം അതിനോട് പ്രതികരിക്കാൻ തയ്യാറായില്ല. പക്ഷേ പത്മജ BJPയിൽ എത്തിച്ച മോദി പിണറായി ബന്ധത്തിൽ അദ്ദേഹം ഇടനിലക്കാരൻ ബെഹ്റ തന്നെയാണെന്ന് ആവർത്തിച്ച് വ്യക്തമാക്കുന്ന ഒരു നിലപാടിലേക്ക് പോയി. അത്തരത്തിൽ രൂക്ഷമായ വിമർശനം അദ്ദേഹം BJPക്കെതിരെ എല്ലാം നടത്തി. തൃശ്ശൂരിൽ താൻ എന്തായാലും വിജയിക്കും, ആ വിജയം BJPക്കുള്ള തിരിച്ചടിയായിരിക്കും എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. അതുപോലെ തന്നെ ഈ കെ കരുണാകരന്റെ സ്മൃതി മണ്ഡപത്തിലേക്ക് ഈ പത്മജ വേണുഗോപാൽ വരുന്നതിൽ തനിക്കൊരു വിയോജിപ്പുമില്ല. പക്ഷേ അവിടെ സംഘപരിവാറിന് ഇടമുണ്ടാകില്ല എന്നത് അദ്ദേഹം വീണ്ടും വ്യക്തമാക്കുന്ന ഒരു തരത്തിലേക്ക് കാര്യങ്ങൾ പോയി. എന്തായാലും വലിയ രീതിയിലുള്ള പ്രവർത്തക പ്രവാഹം, വൈകാരികമായി പ്രവർത്തകരും ഇദ്ദേഹത്തെ അവതരിപ്പിക്കുന്ന തരത്തിലേക്ക് ഇന്ന് മാറുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ലീഡറുടെ സ്ഥാനത്തേക്ക് കെ കരുണാകരൻ വരുന്നു എന്ന തരത്തിലുള്ള പ്രചാരണങ്ങളാണ് പ്രവർത്തകരും നേതാക്കളും എല്ലാം നടത്തുന്നത്. അനുജ, കെ മുരളീധരൻ വരുന്നു എന്ന തരത്തിലുള്ള പ്രചാരണം. അതെ, ഇനി കണ്ണൂരിലേക്കാണ് നമ്മൾ പോകുന്നത്. സജോ ദേവസിയുണ്ട്. സജോ, കണ്ണൂരിൽ ആര് മത്സരിക്കുമെന്നൊക്കെയുള്ളതിൽ തുടക്കം മുതൽ തന്നെ ആശയക്കുഴപ്പമുണ്ടായിരുന്നു. കെ സുധാകരൻ മത്സരിക്കുമോ ഇന്ന് ഇല്ലയോ എന്നൊക്കെയുള്ളതിൽ അവ്യക്തതയായിരുന്നു. പിന്നീട് ആ പേര് പ്രഖ്യാപിക്കുമ്പോഴും അദ്ദേഹം പറയുന്നത് തനിക്ക് മത്സരിക്കാൻ താല്പര്യമുണ്ടായിരുന്നില്ല, എന്നാൽ പാർട്ടി പറയുന്നു താൻ മത്സരത്തിനിറങ്ങുന്നു എന്നതാണ്. ഏതായാലും എങ്ങനെയാണ് പ്രവർത്തകർ അദ്ദേഹത്തെ വീണ്ടും കണ്ണൂരിലേക്ക് എത്തുമ്പോൾ സ്വീകരിക്കുന്നത്? ഏത് തരത്തിലാണ് അദ്ദേഹത്തിന് വരവേൽപ്പ് നൽകുന്നത്? അനുജ സൂചിപ്പിച്ചതുപോലെ തന്നെ കണ്ണൂരിൽ കെ സുധാകരൻ മത്സരരംഗത്തുണ്ടാകുമോ എന്ന കാര്യത്തിൽ വലിയ അനിശ്ചിതത്വം പ്രവർത്തകരെ ആശയക്കുഴപ്പത്തിലാക്കിയിരുന്നു. പക്ഷേ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നതിന് ശേഷം വലിയ ആവേശത്തിലാണ് കോൺഗ്രസ് UDF അണികൾ ഉണ്ടായിരുന്നത്. ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷം ആദ്യമായി കണ്ണൂരിലെത്തിയ കെ സുധാകരന് വലിയ തോതിൽ ജനപങ്കാളിത്തത്തോടുകൂടി, വിപുലമായ പ്രവർത്തക പങ്കാളിത്തത്തോടുകൂടി വലിയ സ്വീകരണമാണ് UDF പ്രവർത്തകർ ഒരുക്കിയത്. പിന്നീട് നഗരം ചുറ്റിയുള്ള റോഡ് ഷോ DCCയിൽ അവസാനിക്കുകയും ചെയ്തു. ഇന്ന് മറ്റ് ചില രാഷ്ട്രീയ പരിപാടികൾ, അതായത് പ്രചാരണത്തിനപ്പുറത്ത് നേരത്തെ നിശ്ചയിച്ചിരുന്ന പരിപാടികളിലാണ് അദ്ദേഹം പങ്കെടുക്കുക. നാളെ മുതലാണ് വിപുലമായ പ്രചാരണത്തിലേക്ക് പോവുക. നാളെ വൈകിട്ട് പക്ഷേ അദ്ദേഹം സ്വന്തം മണ്ഡലത്തിലല്ല, വടകര മണ്ഡലത്തിലെ കൺവെൻഷനിലും പങ്കെടുക്കുകയും ചെയ്യും. KPCC അധ്യക്ഷൻ എന്ന നിലയ്ക്ക് അദ്ദേഹത്തിനൊരു നിർണായകമായ തിരഞ്ഞെടുപ്പാണ്. അദ്ദേഹം തന്നെ അത് തുറന്നു പറയുകയും ചെയ്തു. തനിക്ക് മത്സരിക്കാൻ താല്പര്യമുണ്ടായിരുന്നില്ല, നേതൃത്വം നിർദ്ദേശിച്ചു, അതുകൊണ്ട് മത്സരിക്കുന്നു. KPCC അധ്യക്ഷനെതിരായി കെ സുധാകരന്റെ സ്വന്തം തട്ടകമാണ്. MV ജയരാജനാണ് എതിർ സ്ഥാനാർത്ഥി. KPCC അധ്യക്ഷൻ ഒരർത്ഥത്തിൽ കണ്ണൂരിലെ സുധാകരൻ ശൈലി തന്നെയാണ് അദ്ദേഹത്തിന് KPCC അധ്യക്ഷ പദവിയിലേക്ക് വഴി തുറന്നത് പോലും. അങ്ങനെ സ്വന്തം തട്ടകത്തിൽ അദ്ദേഹം മത്സരിക്കുമ്പോൾ എന്തെങ്കിലും ആത്മവിശ്വാസത്തിന്റെ പ്രശ്നമില്ല. പക്ഷേ CPM എല്ലാ കാലത്തും കെ സുധാകരന്റെ എതിരെ ഉന്നയിച്ചിരുന്നത് ഐ വിൽ ഗോ വിത്ത് BJP, എനിക്ക് തോന്നിയാൽ എന്ന് അദ്ദേഹം പറഞ്ഞു എന്നതാണ് ഒരു പ്രധാനപ്പെട്ട കെ സുധാകരനെതിരായ ക്യാമ്പയിൻ്റെ ഒരു കുന്തമുന കണ്ണൂരിൽ എന്നത്. അതിനും അദ്ദേഹം ഇന്ന് മറുപടി പറഞ്ഞു. തനിക്കെതിരെ ഇത്തരം വ്യാജ പ്രചരണങ്ങൾ എല്ലാ കാലത്തും CPM അഴിച്ചുവിട്ടതാണ്, അതുകൊണ്ട് അത് ജനങ്ങൾ ഒരു ഘട്ടത്തിലും വിശ്വസിച്ചില്ല. ഇനിയും അത്തരം പ്രചാരണം തനിക്കെതിരെ, താനും കോൺഗ്രസ്സുകാരെ വിശ്വസിക്കാൻ കൊള്ളില്ല, BJPയിൽ പോകും എന്നതൊരു പ്രചാരണത്തിൽ പ്രധാനപ്പെട്ടതായി കേന്ദ്രീകരിക്കാൻ CPM വളരെ ബോധപൂർവ്വം തന്നെ ശ്രമിക്കുന്നു. മുഖ്യമന്ത്രി തന്നെ കണ്ണൂരിലെ
കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് കൂടുതൽ സമയവും ആ കാര്യത്തിലാണ് കേന്ദ്രീകരിച്ചത്. അതിന് മറുപടി പറയാനാണ് കെ സുധാകരൻ പ്രധാനമായും ശ്രമിച്ചത്. അദ്ദേഹത്തിന് പക്ഷേ മറ്റ് KPCC അധ്യക്ഷൻ എന്ന നിലയിൽ ചുമതലയുള്ളതുകൊണ്ട് തന്നെ വിപുലമായി മറ്റ് മണ്ഡലങ്ങളിലെ പ്രചാരണ പരിപാടികൾ കൂടി സ്വാഭാവികമായി അദ്ദേഹത്തിന് പങ്കെടുക്കേണ്ടി വരും. പക്ഷേ പ്രവർത്തകരെ സംബന്ധിച്ച് വലിയൊരു ആവേശം ഉണ്ടായിരുന്ന ആവേശം മൊത്തത്തിൽ പ്രകടവുമായിരുന്നു. അദ്ദേഹം പാർട്ടി നിർദ്ദേശപ്രകാരം അല്ലെങ്കിൽ ഹൈക്കമാൻഡ് നിർദ്ദേശപ്രകാരമാണ് മത്സരരംഗത്തേക്ക് ഇറങ്ങുന്നതെങ്കിലും ഏതെങ്കിലും നിലയ്ക്ക് കണ്ണൂർ എന്ന അദ്ദേഹത്തിൻ്റെ സ്വന്തം തട്ടകത്തിൽ വെല്ലുവിളിക്ക് അവസരമില്ല. 4ാം ഊഴമാണ്. ഒരു തവണ അദ്ദേഹം പരാജയപ്പെടുകയും 2 തവണ വിജയിക്കുകയും കഴിഞ്ഞ തവണ വളരെ മികച്ച ഭൂരിപക്ഷത്തിൽ വിജയിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അങ്ങനെ സ്വന്തം തട്ടകത്തിൽ എന്തെങ്കിലും ഒരു ആശങ്കയ്ക്ക് അടിസ്ഥാനമുണ്ട് എന്ന് കോൺഗ്രസ് പ്രവർത്തകർ UDF പ്രവർത്തകരും കരുതുന്നില്ല. സ്ഥാനാർത്ഥി എന്ന നിലയിൽ കെ സുധാകരനും കരുതുന്നില്ല. പക്ഷേ ഈ LDFിൻ്റെ ഒരു ക്യാമ്പയിൻ, പൊതുവായി മൈനോറിറ്റി വോട്ടുകളെ ലക്ഷ്യമിട്ടുള്ള LDFിൻ്റെ ഒരു ക്യാമ്പയിൻ ഉണ്ട്. അതിന് മറുപടി നൽകുക എന്നതിന് കൂടുതൽ സമയം ചെലവഴിക്കേണ്ടതുണ്ട് എന്നത് കോൺഗ്രസ് നേതൃത്വം തിരിച്ചറിയുന്നുണ്ട്. അതുകൂടി കണ്ടാണ് പ്രചരണ തന്ത്രം ഏതായാലും കോൺഗ്രസ് ക്യാമ്പ് ആസൂത്രണം ചെയ്യുന്നത് എന്ന രാഷ്ട്രീയ പ്രത്യേകത കൂടിയുണ്ട്. അനുജ, അതാണ് കണ്ണൂരിൽ നിന്ന് ഉള്ള വിവരങ്ങൾ. കെ സുധാകരൻ ഇന്ന് പ്രചാരണ രംഗത്തേക്ക് ഇറങ്ങുമ്പോൾ വലിയ സ്വീകരണം പ്രവർത്തകർ നൽകുന്നു. വലിയ ആവേശത്തിലാണ് പ്രവർത്തകർ.